إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഈ ഈദ്ഗാഹിന്റെ മൈതാനിയിൽ ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഒരുമിച്ച് ചേരാൻ തൗഫീക്ക് ലഭിച്ചു എന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. കാരണം കൂട്ടിയിടിച്ച് പൊട്ടിച്ചിതറുന്ന മിസൈലിന്റെ ഭീഷണിക്ക് താഴെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ മുസ്ലിമീങ്ങൾ ഇന്ന് ഈദ് നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ ആരെങ്കിലും ഒരാൾ ഇന്ന് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യാത്തവരായി ഉണ്ടാവുകയില്ല, വളരെ വിരളമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നിങ്ങോട്ട് പുറപ്പെടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു മാനസികാവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് വിദേശ രാഷ്ട്രങ്ങളിലെ, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിലെ പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള തുറന്ന മൈതാനിയിലുള്ള ഈദ്ഗാഹ് നമസ്കാരങ്ങൾ ഗവൺമെന്റ് തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അവർ പള്ളികളിൽ ഒരുമിച്ച് കൂടിയാൽ മതി എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, അവിടെ സാധാരണഗതിയിൽ തന്നെ നമസ്കരിക്കുമ്പോൾ ആളുകൾ ഓവർഫ്ലോ ആയി പുറത്തു നിൽക്കാറാണ് പതിവ്. ആ സമയത്ത് നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണ് മുകളിൽ ഘോര ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവർ വിറക്കുന്നു, പക്ഷേ ആ നമസ്കാരം അവർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭീതിതമായ സാഹചര്യത്തിൽ ലോക മുസ്ലിമീങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത്തരം ഒരു പ്രയാസമില്ലാതെ ഇവിടെ വളരെ സ്വസ്ഥമായി ശാന്തമായി ഒരുമിച്ച് കൂടാൻ കഴിയുന്നുവെന്നത് ഇത് അള്ളാഹുവിന്റെ അത്യപാരമായ ഒരു തൗഫീക്ക് കൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതിന് നമ്മൾ അള്ളാഹുവിന് സ്തുതി പറയണം, അൽഹംദുലില്ലാ പറയണം, അല്ലാഹു അക്ബർ പറയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കണം. ഈ ഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ അക്രമികളായ ഈ ജനവിഭാഗത്തിന്റെ മർദ്ദനത്തിന് ഒരിക്കലും ഇടയാക്കരുത് റബ്ബേ. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ എന്ന പ്രാർത്ഥന നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഒന്നാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമതായി സൂചിപ്പിക്കുവാനുള്ളത്, ഈ സന്ദർഭത്തിൽ നമ്മൾ ഉള്ളതുകൊണ്ട് ജീവിക്കുവാൻ പഠിക്കണം എന്നത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, മൻ അസ്ലമ, അല്ലാഹുവിന് കീഴൊതുങ്ങിയവൻ, മുസ്ലിമായവൻ, വറുസിക കഫാഫൻ, അന്നത്തെ ദിവസത്തിനുള്ള ഭക്ഷണത്തിനുള്ള ഓഹരി കയ്യിലുള്ളവൻ, വകന്നഅഹുല്ലാഹു ബിമാ ആതാ, കൊടുത്തതുകൊണ്ട്, അള്ളാഹു നൽകിയതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിവുള്ളവൻ.
അവൻ ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നുവെന്നാണ്. വലിയ മണിമാളികകൾ ഉണ്ടായത് കൊണ്ടല്ല, വലിയ വാഹനങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല, വലിയ വലിയ രീതിയിലുള്ള നമുക്ക് വലിയ ശമ്പളങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല നമുക്ക് സമാധാനം ലഭിക്കുന്നത്. മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്മരണ കൊണ്ട് മാത്രമായിരിക്കണം നമുക്ക് സമാധാനം കിട്ടേണ്ടത്. ആർഭാട ജീവിതം നമ്മൾ ഒഴിവാക്കണം. ഒരു വെർച്വൽ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യ ലോകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരോട്, അതിൽ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളോട്, കൗമാരക്കാരായ ആൺകുട്ടികളോട്, അഥവാ പുതുതലമുറയോട്, നമ്മൾ പുതിയ തലമുറ എന്ന് വിശേഷിപ്പിക്കുന്ന ന്യൂജൻ എന്ന് വിശേഷിപ്പിക്കുന്ന പുതുതലമുറയോട് ഞാൻ പറയുന്നു, വിദേശ രാഷ്ട്രങ്ങളിൽ പൊട്ടുന്ന ഏതൊരു മിസൈലും നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങൾ വിറപ്പിച്ചു കളയുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇന്ന് ആർക്കാണ് തർക്കമുള്ളത്? ഗ്യാസിന് വില കൂടി എന്ന് മാത്രമല്ല, അത് ഇന്ന് കിട്ടാനില്ല. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന ഭീഷണിയിലാണ്. ഇന്ന് വളരെ ഡയറക്റ്റായി തന്നെ ആ മിസൈലുകൾ നമ്മുടെ ഓരോ വീടകങ്ങളിലേക്കും പാഞ്ഞെടുത്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നാം ഇനിയും തിരിച്ചറിയാതെ പോകരുത്. വിദേശ രാജ്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ വാപ്പമാര്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ ജ്യേഷ്ഠന്മാര്, നമ്മുടെ അനുജന്മാര്, നമ്മുടെ അമ്മാവന്മാര്, അവരുണ്ടാക്കുന്ന ആ സമ്പത്ത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒന്നോർത്തു വെക്കുക, അവർ ആ പഴയ നിലവാരത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലല്ല പലരും ഉള്ളത്. അവർക്കുള്ള പ്രയാസങ്ങൾ അല്ലാഹു എല്ലാം നീക്കിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് സമ്പൂർണമായ നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പിക്കുക, അങ്ങാടിയിലൂടെ അർമാദിച്ച് നടക്കുന്ന സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം. ഈ ഭക്ഷണ സംസ്കാരം നമ്മൾ അവസാനിപ്പിക്കണം. നമ്മൾ പണം ആവശ്യത്തിന് ചെലവാക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ആർഭാട ജീവിതത്തിന് മൂക്കുകയറിടാൻ ഈ ഒരു സന്ദേശങ്ങൾ, ഈ ഒരു സാഹചര്യങ്ങൾ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അതിന്റെ ഒരു സന്ദേശമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വലിയ വില നമ്മൾ നൽകേണ്ടി വരും. ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇതാണ്: അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എന്റെ ദീനിനെ നീ നന്നാക്കണേ. എന്റെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാക്കുന്നത് എന്റെ ദീനാകുന്നുവെന്നാണ്. വഅസ്ലിഹ് ലീ ദുനിയാ, എന്റെ ദുനിയാവിനെ നീ നന്നാക്കണേ. അല്ലതീ ഫീഹാ മആശി, അതാണ് എന്റെ ഉപജീവന മാർഗം, അതിലുള്ളാണുള്ളത്. വഅസ്ലിഹ് ലീ ആഖിറതി, എന്റെ ആഖിറത്തിനെ നീ നന്നാക്കണേ. അല്ലതീ ഫീഹാ മആദി, എങ്ങനെയായിരുന്നാലും അവസാനം മടങ്ങിപ്പോകാനുള്ളത് എനിക്ക് അങ്ങോട്ടാണ്. വജ്അൽ ഹയാത സിയാദതൻ ലീ കുല്ലി ഖൈർ, ഈ ദുനിയാവിൽ എല്ലാ നിലക്കുമുള്ള ഖൈർ എനിക്ക് ഉണ്ടാക്കി തരണം പടച്ചോനെ. വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ, ഞാൻ ഏത് സമയത്ത് മരണപ്പെടുകയാണെങ്കിലും, അത് സ്വാഭാവിക മരണമാണെങ്കിലും, അത് അറ്റാക്ക് ആണെങ്കിലും, അത് ആക്സിഡന്റിലാണെങ്കിലും, അത് മിസൈലിന്റെ കഷ്ണങ്ങൾ പതിച്ചുകൊണ്ടാണെങ്കിലും, ഞാൻ ഏത് രൂപത്തിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിലും, എല്ലാ ഷർറുകളിൽ നിന്നുമുള്ള ഒരു റാഹത്തായി എന്റെ മരണത്തെ മാറ്റണേ എന്ന ഈ പ്രാർത്ഥന നമ്മൾ വിശുദ്ധ റമദാനിൽ മുഴുവൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇനിയും തുടരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഗ്രേറ്റർ ഇസ്രയേൽ പ്രൊജക്ട് എന്ന 1980കളിലെ പ്രൊജക്റ്റാണ് ഇന്നവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സിയോണിസ്റ്റിന്റെ, ജൂതന്മാരുടെ, അമേരിക്കൻ ഇസ്രയേൽ അച്ചുതണ്ടിന്റെ പ്രവർത്തനങ്ങൾ കേവലം ഉപരിവിപ്ലവമായി നമ്മൾ കാണാൻ പാടില്ല. നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള വിശാലമായ അറബ് രാജ്യങ്ങൾ കൈക്കലാക്കി ഇസ്രയേലിനെ വികസിപ്പിക്കുക എന്ന ഗ്രേറ്റ് ഇസ്രയേൽ പ്രൊജക്റ്റാണ് 1980 അവർ നടപ്പാക്കിയ പ്രൊജക്റ്റാണ് ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി അറബ് രാജ്യങ്ങളെ ആഭ്യന്തരമായി ഭിന്നിപ്പിക്കുവാനുള്ള ഓർഡർഡ് വിനോൺ പ്ലാൻ എന്ന ഒരു പ്രത്യേക പ്ലാൻ തന്നെ അവർ തയ്യാറാക്കിക്കൊണ്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകളെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർ ഉണ്ടാക്കിയ പ്ലാൻ പ്രകാരം പലസ്തീൻ പൂർണ്ണമായിട്ടും, ജോർദാൻ പൂർണ്ണമായിട്ടും, ലെബനാൻ പൂർണ്ണമായിട്ടും, സിറിയയുടെ വലിയൊരു ഭാഗവും, ഇറാഖിന്റെ പകുതിയോളം ഭാഗങ്ങളും, ഈജിപ്തിലെ സിനോയ് ഉപദ്വീപും, സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശങ്ങളും,
ഈ പ്രദേശങ്ങൾ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ് അവരുദ്ദേശിക്കുന്നത്. കാരണം ഈ പ്രദേശങ്ങൾ ഹീബ്രു ബൈബിൾ പ്രകാരം അബ്രഹാമിന്റെ സന്തതികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് എന്നാണ് സയനിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അതാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ ആയുധങ്ങളും നൽകിക്കൊണ്ട് അതിന് ചെലവും കൊടുക്കുന്ന പണിയാണ് അമേരിക്കക്കും സിയോണിസ്റ്റുകൾക്കും ഉള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമയത്തൊരിക്കലും ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തെ വിലയിരുത്തുക എന്നതിൽ നിന്ന് മാറി മറ്റൊരവസ്ഥയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഇവരുടെ മിസൈല് ഈ വിദേശ രാഷ്ട്രങ്ങളിലെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പതിച്ചാലും മറ്റേത് രാജ്യത്തിൽ പോയി പതിച്ചാലും അത് ഇറാനിൽ പതിച്ചാലും അതിനെ നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയമായി കൊണ്ട് തന്നെയാണ്. ആ രാഷ്ട്രീയമായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് ഈ രാജ്യങ്ങളോടൊപ്പം നിലയുറപ്പിക്കുക എന്നത് നമുക്ക് ഈ സന്ദർഭത്തിൽ അനിവാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഒരിക്കലും തന്നെ അതിന്റെ മതപരമായ തലത്തിലേക്ക് ഒരിക്കലും കൊണ്ടുപോയി ചില ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇറാനെ മുൻനിർത്തിക്കൊണ്ട് ഷിയായിസത്തെ വെള്ളപൂശുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നിലക്കും ഈ സന്ദർഭത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലർ പറയുന്ന പോലെ കേവലം പരമായ ചില ഭിന്നതകൾ മാത്രമേ ഷിയാക്കളുമായിട്ട് മുസ്ലിം സമുദായത്തിന് അഹ്ലുസുന്ന കൊള്ളൂ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഇന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഈ ഈദ്ഗാഹിലുള്ളവർ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശേഷം ഇസ്ലാമിക സമൂഹത്തെ അവർ ശൂറയിലൂടെ തെരഞ്ഞെടുക്കുന്ന ഖലീഫയാകണം എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാടെങ്കിൽ ഷിയാക്കൾ പറയുന്നത് എന്താ? ഇമാം അള്ളാഹുവിനാൽ നിശ്ചയിക്കപ്പെട്ട ഒന്നാണെന്നും അത് നബിയുടെ കുടുംബത്തിൽ നിന്ന് മാത്രമേ പാടുള്ളൂവെന്ന ഒരു വിശ്വാസമാണ് അവർ വെച്ചു പുലർത്തുന്നത്. അതേപോലെ തന്നെ ഖലീഫമാർ ഭരണാധികാരികളും മതപണ്ഡിതന്മാരുമാണ്. എന്നാൽ അവർ തെറ്റുപറ്റാത്തവരല്ല, അവർ അദൃശ്യജ്ഞാനമുള്ളവരുമല്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ ഷിയാക്കൾ പറയുന്നത് എന്താ? ഇമാമുകൾ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണെന്നും പ്രവാചകന്മാരെ പോലെ അവർ പാപമുക്തരാണ് എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വരാനിരിക്കുന്ന 12ാമത്തെ ഇമാം മഹ്ദി അദൃശ്യനായി ജീവിക്കുന്നുവെന്നതും ഇവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സഹാബികളെയും അവർ നീതിമാന്മാരാണെന്നും അവരെ ബഹുമാനിക്കണമെന്നുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. റളിയല്ലാഹു അൻഹുമാ എന്നവരെ കുറിച്ച് പറയേണ്ടവരാണ്. അലി റളിയല്ലാഹു അൻഹുമാ എന്നവരെ കുറിച്ച് പറയേണ്ടവരാണ്. എന്നാൽ ഷിയാക്കൾ പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അലി റളിയല്ലാഹുവിന് ലഭിക്കേണ്ട അധികാരം തടഞ്ഞു വെച്ചു എന്നാരോപിച്ച് ഭൂരിഭാഗം സ്വഹാബികളെയും അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, ലഅനത്ത് വരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആയിഷ ബീവിയുടെ പേര് പറഞ്ഞാൽ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ, ഉമർ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ അവർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ വരെ ഇവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ കഴിഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം തുടങ്ങിയ പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളെ അഹ്ലുസുന്ന ആധികാരികമായി കാണുമ്പോൾ ഇവരാകട്ടെ അഹ്ലുൽ ബൈത്ത് അഥവാ നബി കുടുംബം വഴി വന്ന ഹദീസുകൾക്ക് മാത്രമേ അവൾ ആധികാരികത നൽകുകയുള്ളൂ. അൽ കാഫി പോലുള്ള ഗ്രന്ഥങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹദീസ് ശേഖരം. അല്ലാതെ ബുഖാരിയും മുസ്ലിമും സിഹാഉ സിത്തയുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഷിയാക്കളുടെ ബാങ്കിൽ അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ് എന്നുകൂടി ചേർക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ സമയത്ത് സുഹൃത്തുക്കളെ, ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അമേരിക്കയും സിയോണിസ്റ്റുകളും ചെയ്യുന്ന ആ കുതന്ത്രത്തെ നമ്മൾ ഉറക്കെ പറയുമ്പോഴും അപലപിക്കുമ്പോഴും അതോടൊപ്പം തന്നെ അവരുടെ ആക്രമണത്തിന് വിധേയമാകുന്ന രാജ്യങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പാലിക്കുമ്പോഴും ഈ സമയത്ത് ഒരിക്കലും തന്നെ ഇങ്ങനെ ഈ ഷിയായിസത്തെ വെള്ളപൂശുന്ന സംവിധാനങ്ങളും പ്രസംഗങ്ങളും ലേഖനങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുന്നു. അതിന്റെ കൂടെ പോകേണ്ടവരല്ല വിശ്വാസികൾ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. സയനിസ്റ്റ് ഭീകരത തുറന്നു കാണിക്കുന്നതിനിടയിൽ ഷിയാ വിശ്വാസത്തെ ഒരിക്കലും നോർമലൈസ് ചെയ്തുകൂടാ. ഷിയായിസത്തിന്റെ അപകടം പഠിപ്പിക്കുന്നതിനിടയിൽ സാമ്രാജ്യത്വത്തെ വെള്ളപൂശുന്ന നിലപാടും ഒരിക്കലും വിശ്വാസികൾക്കുണ്ടായിക്കൂടാ. സയനിസ്റ്റുകൾ കുഴപ്പമില്ല, അമേരിക്ക കുഴപ്പമില്ല, ഇനി അവരാണ് രക്ഷയ്ക്ക് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അള്ളാഹു മാത്രമേ വിശ്വാസികളുടെ രക്ഷക്കുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു സന്ദേശമാണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ
സുംതും ലില്ലാഹി 30 യൗമ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ 30 ദിനരാത്രങ്ങളിൽ നിങ്ങൾ നോമ്പ് നോച്ചു. വഖുംതും ലില്ലാഹി 30 യൗമ, നിങ്ങൾ ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾ രാത്രി നമസ്കരിച്ചു. വഇന്നമാ ഖറജ്തുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾ പുറപ്പെട്ടു വന്നിരിക്കുന്നത്, ഈ ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുന്നത് ലിതസ്അലുല്ലാഹ അയ്യതഖബ്ബല മിൻകും, ഇത്രയും സമയം ചെയ്ത ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ചെയ്ത നമസ്കാരം സ്വീകരിക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം സ്വീകരിക്കാൻ, രാത്രി നമസ്കാരം സ്വീകരിക്കുവാൻ, ആ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ, പശ്ചാത്താപം സ്വീകരിക്കാൻ, അതിന് ചോദിക്കാൻ വേണ്ടിയാണ് നാം ഈ മൈതാനിയിൽ വന്നിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, ഞങ്ങളുടെ നമസ്കാരം സ്വീകരിക്കണമേ, ഞങ്ങളുടെ ഖുർആൻ പാരായണം സ്വീകരിക്കണമേ, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. സുഹൃത്തുക്കളെ, സ്വീകരിക്കണമെങ്കിൽ ഈ റമദാൻ 17-നുണ്ടായ ബദറിന്റെ സന്ദേശം മരണം വരെ നമ്മൾ ജീവിതത്തിൽ നിലനിർത്തണം. എന്താ ബദറിന്റെ സന്ദേശം? അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്തുള്ളവർ അവിടെ പ്രഖ്യാപിച്ചത്. അബൂജഹലിന്റെ പക്ഷത്തുള്ളവർ ഞങ്ങൾക്ക് അള്ളാഹു പോരാ, വേറുള്ളവർ കൂടി വേണം എന്ന അർത്ഥത്തിലാണ് അവർ അവിടെ നിലയുറപ്പിച്ചത്. നമ്മൾ ബദരീങ്ങളോടൊപ്പമാകണം, അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പമായിരിക്കണം. നമ്മൾക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വന്നുകൂടാ. ശിർക്ക് വന്നാൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. ശിർക്ക് വന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്നത് വിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. അതാണ് എനിക്ക് ഒന്നാമതായി ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതായി, തിന്മയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഇനി ഉണ്ടാകരുത്. ദീനിന് പുറത്ത് സന്തോഷം അന്വേഷിക്കുന്ന ഒരവസ്ഥ ഇനി ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമാധാനം എന്നാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിർഭയത്വമുള്ളവൻ എന്നാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, വിശ്വസിക്കുകയും അതുപോലെ തന്നെ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റുകൾ കൊണ്ട് ആ ഹൃദയങ്ങൾക്ക് ശാന്തിയടയുകയും ചെയ്തവർ. അലാ, അറിയുക, ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ഒന്നു മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, ഈ റമദാനിൽ നമ്മൾ നേടിയ നന്മയുണ്ടല്ലോ, ആ ഒരു മനസ്സുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് സംതൃപ്തി കിട്ടണം. ഒന്ന് പരിശോധിക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മൾ സംതൃപ്തി കിട്ടിയവരാണോ ഈദ്ഗാഹിലുള്ളത്? നമസ്കാരത്തിൽ നിന്ന് കിട്ടേണ്ട സംതൃപ്തി റീൽസുകളിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത്? ഞാൻ യുവജനങ്ങളോടാണ് പ്രത്യേകമായി ചോദിക്കുന്നത്. എങ്കിൽ റമദാൻ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. റമദാനിൽ ലഭിക്കാത്ത സന്തോഷം ഈ ഈദ്ഗാഹിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏതെങ്കിലും ഒരു തിയേറ്ററിൽ കയറി ഒരു സിനിമ കണ്ടാൽ, ആ നിലക്കുള്ള ഒരു കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമേ എനിക്കൊരു സന്തോഷം ലഭിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നതെങ്കിൽ ഈ റമദാൻ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ഇതുപോലെയുള്ള ദീനീ ഉപദേശങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ഒരാനന്ദം ഈ പെരുന്നാളിന്റെ ദിവസത്തും ഏതെങ്കിലും ഇരുട്ട് റൂമുകളിൽ പോയിരുന്ന് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ എന്ന് ഏതെങ്കിലും കുട്ടികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റമദാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ഭാര്യയുമായി സഹവസിക്കുമ്പോൾ കിട്ടാത്ത സംതൃപ്തി സഹപ്രവർത്തകയുമായി സല്ലപിക്കുമ്പോഴാണോ സഹോദരങ്ങളെ, പുരുഷന്മാരെ, യുവാക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്നത്? എങ്കിൽ മനസ്സിലാക്കുക, റമദാൻ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ഭർത്താവുമായി ഇടപഴകുമ്പോൾ ലഭിക്കാത്ത ഒരു വൈകാരികത മറ്റു പുരുഷന്മാരുമായി സഹകരിക്കുമ്പോഴാണോ സഹോദരിമാരെ, ഭാര്യമാരെ നിങ്ങൾക്ക് ലഭിക്കുന്നത്? എന്നാൽ മനസ്സിലാക്കുക, റമദാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ദിക്റുകളും ദുആകളും ചൊല്ലുമ്പോൾ ലഭിക്കാത്തൊരാനന്ദം DJ പാർട്ടികളിൽ അർമാദിക്കുമ്പോൾ, ഉറഞ്ഞു തുള്ളുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കുക, റമദാൻ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷം എന്തിലായിരുന്നു? ഹബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ അന്നിസാഉ വത്തീബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ദുനിയാവിൽ സ്ത്രീകളും അതുപോലെ തന്നെ സുഗന്ധവും എനിക്ക് പ്രിയപ്പെട്ടതാക്കിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് എന്താ? അതിലൊന്നുമല്ല ഞാൻ സമാധാനമടയുന്നത്, ഈ സ്ത്രീകളിലല്ല, അഭിരമിക്കുന്നതിലല്ല, അതുപോലെയുള്ള ആട്ടങ്ങളിലല്ല, കെട്ടുകാഴ്ചകളിലല്ല, മറിച്ചെന്തിലാ? വജുഇലത് ഖുർറതു അയ്നി ഫിസ്സലാത്ത്, നമസ്കാരത്തിലാണ് എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മുടെ മുത്തുനബിയാണ് പറയുന്നത്. സഹോദരങ്ങളെ, ലൈസൽ ഗിന അൻ കസിറത്തിൽ അർള്, ഈ ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ കൊണ്ടല്ല മനസ്സിന് ഐശ്വര്യം ഉണ്ടാകേണ്ടത്. വലാകിന്നൽ ഗിന ഇനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യം കൊണ്ടാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകേണ്ടത്, സമാധാനം ഉണ്ടാകേണ്ടത്. ഇനിയും
ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ അവരോട് പറയാം. അതായത് ശരിക്കും ഈ റമദാന് കിട്ടിയ ആ ഒരു തെക്ക് കൊണ്ട് ജീവിക്കണം എന്നാണല്ലോ ഈ പറഞ്ഞത്. എനിക്കതൊന്നും പോരാ, എനിക്ക് അതിന്റെ അപ്പുറത്ത് കുറച്ച് ലഹരി ഉപയോഗിച്ചെങ്കിലേ, എനിക്ക് അപ്പുറത്ത് കുറച്ച് എന്തെങ്കിലും ചെയ്തെങ്കിലേ ഒരു സമാധാനം കിട്ടണുള്ളൂ എന്ന് തോന്നുകയാണെങ്കിലേ ഉറപ്പിച്ചു വെച്ചോളി, ലോകം പുരോഗമിച്ചെത്തുന്നത് ഇരുണ്ട യുഗത്തിലേക്കാണ് എന്ന് ആലോചിക്കുക. ഈ റീൽസിൽ കാണുന്നതാണല്ലോ എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്താ നിങ്ങൾ ആലോചിച്ച് ഇന്നത്തെ പത്രത്തിൽ കാണാൻ പറ്റും. അതായത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം സാമൂഹിക മാധ്യമം പ്രത്യേകിച്ച് ആളുകളുടെ സന്തോഷം കെടുത്തുമെന്നാണ് പറയുന്നത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും എത്ര കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിരമിക്കുന്നുവോ അതിനനുസരിച്ച് അവർ അസ്വസ്ഥരായിരിക്കുമെന്നാണ്. നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 2-3 ദിവസമായി ഇതൊന്ന് മാറി നോക്കി എന്തൊരു സമാധാനം ഉണ്ടാവും അറിയും. ഈ നാട്ടിലടക്കണ മുഴുവൻ സാധനവും കണ്ട് മനുഷ്യന്മാരിങ്ങനെ അസ്വസ്ഥരായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ പുരോഗമനത്തിന്റെ പിന്നാലെ പോയ അവസാനം എത്ര കൊടുക്കറിയോ ആ 6-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന ഇരുണ്ട യുഗത്തിലേക്കാണ്. അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അയാള് കരീബിയൻ കടലിലെ ഒരു ദ്വീപിൽ ഒരു ലോകം ഉണ്ടാക്കി. ആ ദ്വീപിന് അവിടെ പ്രാദേശികമായി അറിയപ്പെടുക പീഡോഫൈൽ ഐലൻഡ് എന്നാണ്. പീഡോഫൈൽ എന്നാണ് എന്താ അറിയോ? ചെറിയ കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന സ്ഥലം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചെറിയ കുട്ടികൾ അവിടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുക. ആരാ പീഡിപ്പിക്കണത്? ലോകത്തറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കന്മാർ. പല കുട്ടികളും ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റികൾ. സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർക്കൊരു മുഖമാണ്. രാജ്യത്തിന്റെ ശിലാകേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ അവർക്ക് മറ്റൊരു മുഖമാണ്. അതൊന്നുമല്ലാത്തൊരു മുഖമാണ് ഈ കരീബിയൻ ദ്വീപിലേക്ക് എത്തുമ്പോൾ. ഇത്തരം ആളുകൾക്ക് അർമാദിക്കാനുള്ള ഒരു സ്ഥലം. ഇയാൾ എന്ത് ചെയ്തു? ഒക്കെ റെക്കോർഡ് ചെയ്തു. അതിന്റെ രേഖ കംപ്ലീറ്റ് റെഡിയാക്കി. ഇപ്പൊ അത് പുറത്തു വിട്ടിരിക്കുകയാണ്. 3000 ചില്ലാനം ഫയലുകൾ. ലോകത്തുള്ള മിക്കവാറും വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ അവിടെ പരിപാടി? പണ്ട് 6-ാം നൂറ്റാണ്ടിൽ നടന്ന പരിപാടിന്റെ 3W വാർ. ഈ യുദ്ധം ഉണ്ടാകണതൊക്കെ അവിടുന്നാണ്. അവര് തമ്മിലുള്ള കൊള്ളക്കൊടുക്കുകളിൽ നിന്നാണ്. കാരണം ഒരാളെ രഹസ്യം മറ്റൊരാളെ കയ്യിലുണ്ട്. അപ്പൊ അത് പുറത്തു വിടുന്നു പറഞ്ഞാൽ മറ്റോ അതിനനുസരിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ മാറ്റും. അതാ ഒരു ഭാഗത്ത് നടക്കണത്. പിന്നെ പെണ്ണ്, വിമൺ, പിന്നെ കള്ള്, പിന്നെ വൈൻ. ഇതന്നെയല്ലേ 6-ാം നൂറ്റാണ്ടിൽ നടന്നത്? അതിലേക്കാണ് ഈ പോക്ക്. അതുകൊണ്ട് ഈ റമദാനിൽ പരിശുദ്ധി നേടിയ സുഹൃത്തുക്കളെ, വിശ്വാസികളെ, നിങ്ങൾ ഞാൻ വഴിക്കൊരിക്കലും പോകാൻ പാടില്ല. തിരിച്ചു വരണം ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്. കാരണം 6-ാം നൂറ്റാണ്ട് ഇരുണ്ട യുഗത്തിലേക്ക് പോയപ്പോ സൂര്യപ്രകാശത്തിലേക്ക് തിരിച്ചു വിളിച്ചത് ഈ വിശുദ്ധ ഖുർആനായിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൻ യുസ്ലിഹ ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവ്വലഹാ. ആദ്യകാലക്കാർ എന്തൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ പിൽക്കാലക്കാരും നന്നാവുകയുള്ളൂ. അപ്പോ ആ 3W ഒരു വ്യഭിചാരിയുണ്ട് എന്ന് പറഞ്ഞ് കൊടി നാട്ടി വെച്ച് ഇതാ അവിടെ ഒരു പെണ്ണുണ്ട് വേണമെങ്കിൽ വന്നോളി എന്നാണ് കൊടി നാട്ടി വെച്ച സമുദായമായിരുന്നു. അതന്നെയല്ലേ ഇന്ന് നാട്ടിൽ നടക്കണത്? അല്ലേ? വേശ്യപ്പണി നടക്കണില്ലേ? എല്ലാം നല്ല കാര്യമായിട്ട് ചിത്രീകരിക്കണില്ലേ? അതുകൊണ്ട് ഉറപ്പിക്കുക, ആ നാടിന് ഈ ഖുർആൻ കൊണ്ടാണ് മാറ്റിയതെങ്കിൽ ഈ നാടിന് ഈ ആധുനിക കാലത്തും ഖുർആൻ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഈ ഖുർആന്റെ മാസമാണ് റമദാൻ മാസം. അത് നേടിയ വിശ്വാസികൾ ഞാൻ പഴയ അവസ്ഥയിലേക്ക് ഒരിക്കലും കടന്നു പോകരുത്. അവധിക്കാലം വരെയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ആ നിലക്കുള്ള ക്ലാസുകളും കാര്യങ്ങളും ഉണ്ടാകും. നാം ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്താണുള്ളത്. നമ്മുടെ നിത്യജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മതപരമായ അവകാശങ്ങളെയും സാരമായി ബാധിക്കുന്ന ഒന്നാണ് രാഷ്ട്രീയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും എന്റെ വിഷയമല്ല, അതൊക്കെ ആരെങ്കിലുമൊക്കെ മത്സരിക്കട്ടെ, ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്യട്ടെ എന്നല്ല. ഈ രാഷ്ട്രീയ നിയമസഭയിലും ലോക്സഭയിലും ഉണ്ടാകുന്ന തീരുമാനമാണ് നമ്മെ അഡപടലം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്ത് തീരുമാനം ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും കൂടി പറയേണ്ട തീരുമാനമാണ്. അപ്പൊ അതിനനുസരിച്ച് രാഷ്ട്രീയ ഇടപെടലുകൾ നമുക്കുണ്ടാവണം. ക്രിയാത്മകമായ ഇടപെടൽ വേണം. അരാഷ്ട്രീയവാദം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം രാഷ്ട്രീയത്തിലാണെങ്കിൽ പിന്നെ എന്തു ആകാം, എന്ത് കളവും പറയാം, എന്ത് തമ്മാടിത്വം ചെയ്യാം, എന്ത് അഴിമതിയും ചെയ്യാം. അതാ അവിശുദ്ധ രാഷ്ട്രീയവും നമ്മുടെ വഴിയല്ല. ഒരിക്കലും വിശ്വാസികൾ അവിടെ ചളിക്കുണ്ടിലും പോയി നീന്താൻ പാടില്ല. മതം അടിയറ വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനവും വിശ്വാസികൾക്ക് ഒരിക്കലും പാടില്ലാത്തതാണ്. വർഗീയ മുക്ത കേരളമായിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മുടെ ലക്ഷ്യം. ഈദ്ഗാഹിൽ നിന്ന് നമ്മൾ മടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തന്നെ വിശ്വാസികൾക്ക് ഒരു സന്തോഷമാണ്. എന്താ? മൻ സ്വാമ റമളാന ഹുമ്മ തബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. റമളാനിൽ നോമ്പ് നോൽക്കുക, പിന്നെ തുടർച്ചയായി 6 ദിവസവും നോമ്പ് നോറ്റാൽ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്. കാരണം ഒരു നോമ്പിന് 10 കൂലിയാ. അപ്പൊ 30 നോമ്പ് നോറ്റാൽ 300 കൂലിയായി. പിന്നെ 6 നോമ്പ് കൂടി നോറ്റാൽ 60 ആയി, 360 ദിവസമായി. നോക്കി നിങ്ങള്, അതാണ് ഒരു കൊല്ലം എന്ന് പറയുന്നത്.
ആ ഒരു കൊല്ലത്തെ കൂലിയാണ് ഇൻഷാ അല്ലാഹ് കിട്ടാൻ പോണത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം കുടുംബ ബന്ധം ചേർക്കുക. ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ എന്താണ് പെരീക്ക് കയറി ചെന്നിട്ട് എന്തേ വന്നു, പെരുന്നാളായതുകൊണ്ട് വന്നതാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അത്ര തന്നെ. വാപ്പയായിട്ട് പിണങ്ങി നിൽക്കണേ, ഉമ്മയായിട്ട് പിണങ്ങി നിൽക്കണേ, മക്കളുമായിട്ട് പിണങ്ങി നിൽക്കണേ, അമ്മാവനായിട്ട് പിണങ്ങി നിൽക്കണേ, സഹോദരനോ പെങ്ങളുമായിട്ടൊക്കെ പിണങ്ങി നിൽക്കണേ, അയൽവാസികളായിട്ട് പിണങ്ങി നിൽക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നാണ് കയറി ചെന്നിട്ടേ ആണ് പറയാം, സലാം പറയാം. അതോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ തീരണം സുഹൃത്തുക്കളെ. കാരണം ഈ മനുഷ്യന്മാരുമായിട്ടുള്ള ഇടങ്ങേറുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കൂല. നമ്മൾ ഈ പ്രാർത്ഥിച്ചതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തമ്മിലുള്ള ബന്ധം സുതാര്യമാകുക എന്നുള്ളത് പ്രധാനമാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും പ്രാർത്ഥനയിൽ പരസ്പരം ഉൾപ്പെടുത്തുക. ഒന്ന് ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെയുള്ള ഒരു നല്ല സൗകര്യം നമുക്ക് ഒരുങ്ങി തന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ VP ഹാളിന്റെ സ്ഥാപനത്തിന്റെ തുടക്കക്കാരനായിട്ടുള്ള നമ്മുടെ തിർമിദി സാഹിബിന്റെ വിശാല മനസ്സുകൊണ്ടാണ്. അദ്ദേഹം മരണപ്പെട്ടുപോയി, അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടുപോയി. അവർക്ക് അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്താണ്, ഈ ഇതുണ്ടെങ്കിൽ എന്നും നിങ്ങൾ ഇവിടെ നിന്ന് നടത്തിക്കോളി. അതിന്നും അവരുടെ കുടുംബം, പ്രത്യേകിച്ച് അവരുടെ ഭാര്യ, അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി എല്ലാ ഒത്താശകളും അവരുടെ ഭാര്യയും മറ്റു കുട്ടികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സൽക്കർമ്മം ചെയ്യുന്ന ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർക്ക് എല്ലാവിധ ആയുരാരോഗ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത മുഴുവൻ നന്മയും ജീവിതത്തിന്റെ അവസാനം വരെ നിലനിർത്തി മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രത്യേകമായ തൗഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു അങ്ങേയറ്റത്തെ ശാന്തിയും സമാധാനവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിലും മറ്റുമൊക്കെയായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവർക്കൊക്കെ അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ച് ചേർക്കുമാറാകട്ടെ. ഈ മഞ്ചേരിയിലെ അങ്ങാടിയിലെ പല ഹോസ്പിറ്റലുകളിലും ഇന്ന് ഈ പെരുന്നാൾ ദിവസം പോലും ഹോസ്പിറ്റലൈസ് ചെയ്ത രോഗികളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിദേശത്തുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് മഈശത്തിന് മുട്ടിജീവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നാട്ടിൽ വന്ന് ഇനി തിരിച്ചു പോകാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അവർക്കൊക്കെ അവരുടെ മഈശത്തിനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളെ അകാരണമായി വേട്ടയാടുന്ന എല്ലാവരെയും അള്ളാഹു അവരെ പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു അവരെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ആ മുസ്ലിം നാടുകൾക്ക് അള്ളാഹു നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു വിശുദ്ധ റമദാനിന്റെ അവസാനത്തിൽ ഈ ഒരുമിച്ച് കൂടിയ ഈദ്ഗാഹിൽ നിന്ന് പിരിയുമ്പോൾ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ, നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ടാകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന അറാമാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.